ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മളിപ്പോൾ ഉള്ളത് കെൻറ്റക്കിയിലെ ഹാർലാൻഡ് സാൻഡേഴ്സ് കഫേയിലെയാണ്. ഈ ഹാർലാൻഡ് സാൻഡേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ കെൻറ്റക്കി ഫ്രൈഡ് ചിക്കൻ്റെ കണ്ടുപിടിച്ച അദ്ദേഹത്തിൻ്റെ പേരാണ് ഈ കേണൽ ഹാർലാൻഡ് സാൻഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു റെസ്റ്റോറൻ്റാണ്, അതായത് ഒരു കഫേയാണ് ഇതെന്ന് പറയുന്നത്. ഇവിടെയാണ് അദ്ദേഹം ആദ്യമായിട്ട് ഈ KFC ഡെവലപ്പ് ചെയ്തെടുത്തത്. അപ്പം ഈ ഒരു കഫേ എന്ന് പറയുന്നത് ഒരു റെസ്റ്റോറൻറ്റും അതുപോലെ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഒരു മ്യൂസിയം അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇവിടെയാണ് ആദ്യമായിട്ട് KFC അദ്ദേഹം കണ്ടുപിടിച്ചത്. അതിൻ്റെ റെസിപ്പിയൊക്കെ ഇവിടെ നിന്നാണ് കണ്ടുപിടിച്ചത്. അപ്പം ഈ ഒരു സാൻഡേഴ്സ് കഫേയാണ് ബർത്ത് പ്ലേസ് ഓഫ് KFC ആയിട്ട് അറിയപ്പെടുന്നത്. ഇവിടെ നമുക്ക് അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ഒരു ലിനൻ ക്ലോത്ത്സും ഒക്കെ കാണാൻ പറ്റിയിരുന്നു. പിന്നെ ഇതൊരു സ്റ്റാച്യു ആണ്. ഈ ഒരു സ്റ്റാച്യുവിൽ ഇങ്ങനെ KFC പിടിച്ചിരിക്കുന്ന പോലത്തെ ഒരു സ്റ്റാച്യു. പിന്നെ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന കുറേ സാധനങ്ങളൊക്കെ നമുക്കിവിടെ കാണാമായിരുന്നു. പാത്രങ്ങളും അതുപോലെ തന്നെ പണ്ട് ഉപയോഗിച്ചിരുന്ന ടെലിഫോണും പിന്നെ ഉപയോഗിച്ചിരുന്ന റൂമും പിന്നെ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റിയിരുന്നു. പിന്നെ കാണിച്ചിരിക്കുന്നത് കഫേയൊക്കെ നിൽക്കുന്ന ചെറിയൊരു ഏരിയയുടെ മോഡലാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഇരിക്കുന്ന കുറേ ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പം ഇതിനകത്ത് സ്പൈസസും എല്ലാം ഇൻക്ലൂഡഡ് ആണ്. അപ്പം ഇതിനകത്തുനിന്ന് 11 ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ഈ ഒരു KFCയിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് അവിടെ സീക്രട്ട് 11 എന്ന് എഴുതിയിരിക്കുന്നത്. ഈ കുപ്പിയിലിരിക്കുന്നത് അതിൻ്റെ ഒറിജിനൽ റെസിപ്പിയാണ്. അതിൻ്റെ താഴെയുള്ള 2 കവർ കണ്ടില്ലേ, 1960-ലും 2020-ലും യൂസ് ചെയ്തിരുന്ന ആ ഒരു പാക്കേജിൻ്റെ ഡിഫറൻസ് ആണ് അവിടെ കാണിച്ചിരിക്കുന്നത്. പിന്നെ ഈ കാണിച്ചിരിക്കുന്നത് ഒരു പ്രഷർ കുക്കറൊക്കെയാണ്. അതായത് അദ്ദേഹം ചിക്കനാണെങ്കിൽ കുക്കറിലാണ് പ്രഷർ ചെയ്തിട്ടായിരുന്നു അത് കുക്ക് ചെയ്തിരുന്നത്. അപ്പം അതിന് പേറ്റൻറ്റിന് വേണ്ടി അപ്ലൈ ചെയ്യാനായിട്ട് അദ്ദേഹം വരച്ചിരുന്ന ഒരു ഇമേജാണ്, ആ ഒരു പിക്ചറാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. അന്ന് അദ്ദേഹം കൊടുത്തതിൻ്റെ അതിൻ്റെ ഒരു കോപ്പിയാണ്. പിന്നെ ഇവിടെ കുറേ പഴയ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കാണാമായിരുന്നു. ഇനി നമ്മൾ എൻ്റർ ചെയ്യാൻ പോകുന്നത് കിച്ചണിലേക്കായിരുന്നു. അപ്പോൾ കിച്ചണിൽ പണ്ട് യൂസ് ചെയ്തിരുന്ന സാധനങ്ങളൊക്കെയാണ്. പക്ഷേ ഇതൊന്നും ഒറിജിനൽ സാധനങ്ങളായിരുന്നില്ല. കാരണം 1950-ൽ കുറേ ഓപ്ഷനിൽ കുറേ സാധനങ്ങൾ വിറ്റ് പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഇതൊക്കെ അതിൻ്റെ ആ പണ്ട് ഉപയോഗിച്ചിരുന്ന സാധനങ്ങളുടെയൊക്കെ ഒരു റെപ്ലിക്കയാണ് ഇവിടെ ഇരിക്കുന്നതെല്ലാം. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ കിച്ചൺ ആണെങ്കിലും അദ്ദേഹം ഉപയോഗിക്കുന്ന ക്ലോത്ത്സ് ആണെങ്കിലും എല്ലാം വെള്ളയായിരുന്നു. കാരണം ക്ലീൻ ആയിട്ടുള്ള എൻവയോൺമെൻറ്റ് കസ്റ്റമേഴ്സിനൊക്കെ തോന്നാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം അങ്ങനെ ഉപയോഗിച്ചിരുന്നതെന്നാണ് പറയുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്നത് KFC ഓരോ പ്രാവശ്യം മാറ്റിയിരുന്ന ബക്കറ്റിൻ്റെ ഓരോ ഡിസൈൻസാണ്. വർഷങ്ങളിങ്ങനെ മാറുന്നതനുസരിച്ച് ഡിസൈൻസിനും വ്യത്യാസം വരുന്നത് നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണാൻ പറ്റിയിരുന്നു. ഈ ഒരു വീഡിയോയിൽ നമുക്ക് ചിക്കൻ എങ്ങനെയാണ് കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കുന്നതും അതുപോലെ തന്നെ എങ്ങനെയാണ് KFC ഉണ്ടാക്കുന്നത്, അതെങ്ങനെയാണ് ഈ KFC ഫ്രൈഡ് ചിക്കനായിട്ട് മാറുന്നത് എന്നൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. ആ കുക്ക് ചെയ്യുന്നത് കേണൽ ഹാർലാൻഡ് സാൻഡേഴ്സ് ആണ്. ഇത് മ്യൂസിയം കൂടാണ്ട് ഒരു റെസ്റ്റോറൻ്റ് ആണെന്ന് കൂടി ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഇവിടെ ഇരുന്ന് കഴിക്കാനുള്ള സംവിധാനമൊക്കെ ഉണ്ട് ഇവിടെ. അങ്ങനെ ഞങ്ങൾ മ്യൂസിയമൊക്കെ കണ്ടിട്ട് ഞങ്ങൾ ഇറങ്ങി. ഞങ്ങളിനി അടുത്ത സ്ഥലത്തേക്ക് പോകാനായിട്ട് പോവാണ്.
പോകുന്ന വഴിക്കെല്ലാം കുറേ ഫാംസും അതുപോലെ തന്നെ കുറേ പശുക്കളും കുതിരകളും ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ ഫുള്ള് ഇങ്ങനത്തെ ഫാം ഏരിയ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഞങ്ങളിപ്പോൾ പോകുന്നത് ഫ്ലാറ്റ് ലിക്ക് വാട്ടർഫോൾസ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. അപ്പോൾ ആ ഒരു വഴി മൊത്തം ഇങ്ങനത്തെ ഫാമുകളൊക്കെ ആയിരുന്നു കൂടുതലും ഉണ്ടായിരുന്നത്. കുറച്ചും കൂടെ ഒരു റൂറലായിട്ടുള്ളൊരു ഏരിയ ആയിട്ടാണ് തോന്നിയത്. പിന്നെ ഞങ്ങൾ കെൻഡക്കിയിൽ കുറേ കണ്ടിട്ടുള്ളത് പട്ടികളെയൊക്കെ പുറത്തിങ്ങനെ കെട്ടിയിട്ടിരിക്കുന്നതും അതുപോലെ തന്നെ പട്ടിക്കൂടൊക്കെ പുറത്തിങ്ങനെ കാണാൻ പറ്റിയിരുന്നു. കൂടുതലും ഈ വാമറായിട്ടുള്ള സ്റ്റേറ്റുകളിലാണ് അങ്ങനെയൊക്കെ ഉള്ളതെന്നാണ് കേട്ടിട്ടുള്ളത്. മിഷിഗണിലൊന്നും അങ്ങനെയൊന്നും കാണാനേ പറ്റത്തില്ല നമുക്ക്. ആരുമില്ല. കാറ്റടിച്ച് തണുക്കുന്നുണ്ടല്ലേ. കാറ്റടിക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ തോട് പോലെ വലിയ പാറയൊക്കെ ഉണ്ട്. ഫാമിലി താഴോട്ട് അങ്ങനെ ഇറങ്ങിപ്പോന്ന് ഫാമിലി ഉണ്ടോ? അത് കൊള്ളാം. ആര് കയറിട്ട് ഇതൊരു 33 അടിയുള്ളൊരു ചെറിയൊരു വാട്ടർഫോൾസ് ആയിരുന്നു. പക്ഷെ കാണാൻ രസമുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ക്യാമ്പിങ്ങിനൊക്കെ പ്രത്യേക സ്ഥലമുണ്ട്. ഇപ്പോൾ വിൻ്റർ ആയതുകൊണ്ടാണ് അധികം തിരക്കൊന്നും ഇല്ലാത്തത്. സമ്മർ ആകുമ്പോൾ നല്ല തിരക്കുള്ള സ്ഥലമാണ്. ഇവിടെ നേരത്തെ റിസർവ് ചെയ്യൊക്കെ വേണം ക്യാമ്പ് ചെയ്യാനും ഒക്കെ ആയിട്ട്. പിന്നെ നല്ലൊരു പിക്നിക് സ്പോട്ടൊക്കെയാണ് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. ഫ്ലാറ്റ് ലിക്ക് ഫോൾസിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ വന്നിരിക്കുന്നത് റെഡ് റിവർ ജോർജ് ജിയോളജിക്കൽ ഏരിയയിലാണ്. ഇത് ഡാനിയൽ ബൂൺ നാഷണൽ ഫോറസ്റ്റിനുള്ളിൽ തന്നെയുള്ളൊരു സ്ഥലമാണ്. അപ്പം ഇന്ന് കാണാൻ പോകുന്നത് ഞങ്ങൾ സ്കൈ ബ്രിഡ്ജ് എന്ന് പറഞ്ഞൊരു റോക്കാണ്. അതെന്ന് പറഞ്ഞാൽ നാച്ചുറലായിട്ട് ഫോം ചെയ്ത ഒരു ബ്രിഡ്ജ് പോലത്തെ ഒരു റോക്കാണ്. ഇതിപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് അവിടെ കണ്ടൊരു വ്യൂ പോയിൻറ്റിൻ്റെ അവിടെ ഇറങ്ങിയിട്ട് നോക്കുന്നതാണ് കേട്ടോ. നല്ല ആഴം ഉണ്ടായിരുന്നു അവിടെ നോക്കുമ്പം. നല്ല എന്താ പറയുക, സമ്മറൊക്കെ ആകുമ്പം നല്ല കുറച്ചുകൂടെ ഗ്രീനായിട്ട് കാണാൻ പറ്റുമായിരിക്കും. ഫോളിലും നല്ല കളറൊക്കെ കാണാൻ പറ്റുന്ന സ്ഥലമായിരുന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് നല്ലൊരു ഏരിയ ആയിരുന്നു അത്. അങ്ങനെ ഞങ്ങൾ ആ ഒരു സ്കൈ ബ്രിഡ്ജിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ്. അതിന് കുറച്ച് ഇപ്പുറത്ത് മാറിയിട്ട് ചെറിയൊരു പാർക്കിംഗ് ലോട്ടുണ്ട്. അപ്പോൾ അവിടെ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇവിടുന്ന് കുറച്ച് നടന്നാൽ മതി നമുക്ക് ആ ഒരു സ്കൈ ബ്രിഡ്ജിൻ്റെ അടുത്ത് എത്താനായിട്ട്.
വ്യൂ കാണുന്ന ഇങ്ങോട്ടൊക്കെ വാ. ഇതിന്റെ അടിയിൽ കൂടെ വേണമെങ്കിൽ പോവാം. കുറേ ഹൈക്ക് ചെയ്യാനുള്ള ട്രെയിൽസൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ ഇതിന് ചുറ്റും ഒരു ചെറിയൊരു ട്രെയിൽ ഉണ്ടായിരുന്നു. ഇതിന് ഒന്നെങ്കിൽ നമുക്ക് അപ്പുറത്തെ സൈഡിൽ കൂടെ വന്ന് താഴെ കൂടെ വന്നിട്ട് മേളിൽ കയറി വരാം, അല്ലെങ്കിൽ മേളിൽ കൂടെ പോയിട്ട് താഴെ കൂടെ ഇറങ്ങി അപ്പുറത്തെ ആ പാർക്കിംഗ് ലോട്ടിൻ്റെ അവിടെ എത്താൻ പറ്റും. അപ്പോൾ ആ ഒരു ട്രെയിലിലൂടെ ഞങ്ങൾ നടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ മേളിൽ കൂടെ തന്നെ താഴെ ഇറങ്ങി. അപ്പോൾ താഴത്തെ വ്യൂ കൂടെ കണ്ടിട്ട് നമുക്ക് നേരെ ആ പാർക്കിംഗ് ലോട്ടിൻ്റെ അങ്ങോട്ടേക്ക് പോവാം. Rattlesnake. നമ്മൾ ആ സ്കൈ ബ്രിഡ്ജിൻ്റെ അടിയിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇവിടുന്ന് നല്ല വ്യൂ ഒക്കെ ഉണ്ട്. ഇതൊരു സാൻഡ് സ്റ്റോൺ വെച്ചിട്ടുള്ളൊരു നാച്ചുറലായിട്ട് ഫോം ചെയ്തൊരു ബ്രിഡ്ജാണ്. അപ്പം ഇത് ഈ കണ്ടിന്യൂസ് ഇറോഷൻ കൊണ്ടാണ് ഇങ്ങനൊരു ബ്രിഡ്ജ് തന്നെ ഫോം ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചതുപോലെ ഒരു ആർച്ച് ഷേപ്പ് തന്നെയാണ് ഇതിനും ഉള്ളത്. നല്ല വെള്ളം ഇറ്റിറ്റ് വീഴുന്നു. നമുക്ക് പടി കയറാം. ഇതൊക്കെ ഇതിനകത്തുള്ള ഒരു ഡിസൈൻ പോലെ കൊള്ളാം. എത്ര വർഷങ്ങളെടുത്തിട്ടായിരിക്കും ഇങ്ങനെ ആയത്. റിങ്സ് പോലെ വരുന്നത്. ഇങ്ങനെ സ്കൈ ബ്രിഡ്ജൊക്കെ കണ്ടിട്ട് ഞങ്ങളിനി പോകുന്നത് നാഡ ടണൽ കാണാനായിട്ടാണ്. അപ്പോൾ പോകുന്ന വഴിയിലെ കാഴ്ചകൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോയത് ഫോളൊക്കെ കഴിഞ്ഞിട്ടുള്ള സമയമായിരുന്നല്ലോ.
അപ്പം ഏതാണ്ട് ഫോളിൻ്റെയൊക്കെ എൻ്റെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വിൻ്റർ സ്റ്റാർട്ടും ചെയ്തിരുന്നു. എന്നിട്ട് തന്നെ അത്യാവശ്യം ആളുകളുണ്ടായിരുന്നു കേട്ടോ ഇവിടെ ഹൈക്കിങ്ങിനുമൊക്കെ ആയിട്ട്. അപ്പം ഞങ്ങൾ ആലോചിക്കായിരുന്നു സമ്മർ ആകുമ്പോൾ ഇവിടെ എന്ത് തിരക്കായിരിക്കുമെന്ന്. അത്രയും തിരക്കായി കഴിഞ്ഞാൽ എങ്ങനെയാണ് വണ്ടികൾ ഇവിടെ പാർക്ക് ചെയ്യുക എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അത്ര അധികം പാർക്കിംഗ് ലോട്ടുകൾ ഇവിടെ കുറേ ദൂരത്തായിട്ടൊക്കെയാണ്, ഒരുപാട് അടുത്തായിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മളവിടെ പാർക്ക് ചെയ്തിട്ടൊക്കെ കുറേ ഹൈക്ക് ചെയ്യേണ്ടിയൊക്കെ വരുമായിരിക്കും. കാണുന്നതാണ് ചിമ്മിനി റോക്ക്. ചിമ്മിനിയുടെ ഒരു ഷേപ്പിലുള്ള ഒരു നാച്ചുറൽ സ്റ്റോൺ ആയതുകൊണ്ടാണ് അതിന് ആ ഒരു പേര് വന്നത്. അവിടെ നമുക്ക് ഹൈക്ക് ചെയ്ത് പോകാൻ പറ്റും. അവിടെ ഒരു വ്യൂ പോയിൻ്റ് ഒക്കെ ഉണ്ട്. ഞങ്ങൾ ഹൈക്ക് ചെയ്ത് അങ്ങോട്ടൊന്നും പോയില്ല. പക്ഷെ നമുക്ക് ഈ പോകുന്ന വഴിക്ക് നമുക്ക് ആ റോക്ക് കാണാൻ പറ്റിയിരുന്നു. അങ്ങനെ നമ്മളിതാ നാഡ ടണലിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ഇതൊരു 1 ലെയിനാണ് കേട്ടോ. അപ്പം വേറൊരു വണ്ടി ഓപ്പോസിറ്റിന് വന്നു കഴിഞ്ഞാൽ നമുക്ക് പോകാനായിട്ട് പറ്റില്ല. ഒരു വണ്ടിക്ക് ഒരു സമയത്ത് പോകാനായിട്ട്, ഒരു ഡയറക്ഷനിലോട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾ അങ്ങോട്ടേക്ക് ചെന്നപ്പം വേറൊരു വണ്ടി അവിടെ നിന്ന് ഉള്ളിൽ നിന്ന് വരുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ പിന്നെ റിവേഴ്സ് എടുത്തിട്ട് അവിടെ പിന്നെ വെയിറ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഞങ്ങൾക്ക് 2 പേർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു ടണൽ. നാച്ചുറൽ ആയിട്ടുള്ള ടണലിലൂടെ നമ്മൾ ആദ്യമായിട്ടാണ് പോകുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് കൂടെ ഉണ്ടായിരുന്നു. പണ്ടൊരു തടി കമ്പനിയെ കണ്ട് നിർമ്മിച്ചൊരു ടണലാണ് കേട്ടോ ഇത്, അവരുടെ തടി ട്രാൻസ്പോർട്ട് ചെയ്യാനൊക്കെ ആയിട്ട്. പിന്നെ ഈ ഒരു ടണൽ ഗേറ്റ് വേ ഓഫ് റെഡ് റിവർ ജോർജ് എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഒരു ടണലിന് 12 അടി വീതിയും അതുപോലെ തന്നെ 13 അടി ഹൈറ്റും 900 അടി നീളമാണുള്ളത്. അങ്ങനെ റെഡ് റിവർ ജോർജിൻ്റെ ഭാഗങ്ങളൊക്കെ കറങ്ങി ഞങ്ങൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത് ലൂയിവില്ലിലാണ്. ലൂയിവിൽ എന്ന് പറയുന്നത് നമ്മുടെ കെൻഡക്കിയുടെ മെയിനായിട്ടുള്ളൊരു സിറ്റിയാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ ബിഗ് ഫോർ ബ്രിഡ്ജിൻ്റെ അടുത്ത് പോവാണ്. അങ്ങേ അറ്റത്തെ വലത്തെ സൈഡിൽ അങ്ങേ അറ്റത്ത് കാണുന്നതാണ് ബിഗ് ഫോർ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ മേളിൽ ഈ തൊട്ടടുത്ത് കാണുന്ന ഈ ഒരു ബ്രിഡ്ജില്ലേ കുറേ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്, ആ ബ്രിഡ്ജ് എന്ന് പറയുന്നത് എബ്രഹാം ലിങ്കൺ ബ്രിഡ്ജും, ഇപ്പം എൻ്റെ ഈ പുറകിൽ കാണുന്നത് നമ്മുടെ ജോൺ എഫ് കെന്നഡി മെമ്മോറിയൽ ബ്രിഡ്ജുമാണ്. പിന്നെ അങ്ങ് ദൂരെ കാണുന്ന ഒരു ബ്രിഡ്ജില്ലേ, ആ ബ്രിഡ്ജ് എന്ന് പറയുന്നത് ജോർജ് റോജേഴ്സ് ക്ലാർക്ക് മെമ്മോറിയൽ ബ്രിഡ്ജാണ്. കാണുന്നതാണ് ബിഗ് ഫോർ ബ്രിഡ്ജ്. അപ്പം നമുക്ക് ഇതിന് മുകളിൽ കയറാൻ പറ്റും. ആ വഴിയെ കറങ്ങി നമുക്ക് ഈ ഒരു ബ്രിഡ്ജിൻ്റെ മുകളിലേക്ക് കയറാൻ പറ്റും. ഞങ്ങളിനി അങ്ങോട്ടേക്ക് പോവാണ്. ഈ ബിഗ് ഫോർ ബ്രിഡ്ജിൽ രാത്രിയാകുമ്പോഴത്തേനും അവർ ലൈറ്റൊക്കെ തെളിയിക്കും കേട്ടോ. ഈ ലൈറ്റ് ഇടയ്ക്കിടയ്ക്ക് മാറുന്നുണ്ടായിരുന്നു. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു ആ ഒരു കാഴ്ച കാണാനായിട്ട്. ഈ ബിഗ് ഫോർ ബ്രിഡ്ജ് എന്ന് പറയുന്നത് 1800-കളിലുള്ളൊരു റെയിൽ റോഡ് ബ്രിഡ്ജായിരുന്നു. പിന്നീട് 1960-ലങ്ങാണ്ട് ഇത് പിന്നീട് ഡീകമ്മീഷൻ ചെയ്യുകയാണ് ചെയ്തു. അതിനുശേഷം
2013 ഇത് പിന്നെ ആളുകൾക്ക് നടക്കാനായിട്ട് വേണ്ടിയിട്ടും അതുപോലെ തന്നെ സൈക്കിളൊക്കെ ചവിട്ടാനായിട്ട് വേണ്ടിയിട്ടും ഒക്കെ ഓപ്പൺ ചെയ്ത് കൊടുത്തത്. ഒഹായോ റിവറിൻ്റെ മുകളിലാണ് കേട്ടോ ഈ ബ്രിഡ്ജ് ഉള്ളത്. അപ്പം ഈ ബ്രിഡ്ജിൻ്റെ ഒരറ്റത്ത് കെൻറ്റക്കിയും അപ്പുറത്തെ അറ്റത്ത് ഇന്ത്യാനയാണുള്ളത്. ഈ ബിഗ് ഫോർ ബ്രിഡ്ജിന് പേര് കിട്ടിയത് പണ്ട് ഇത് റെയിൽ റോഡായിരുന്നെന്ന് പറഞ്ഞില്ലേ, റെയിൽ റോഡ് ബ്രിഡ്ജ് ആയിരുന്നല്ലോ. അപ്പം അന്നേരം ഇത് 4 സിറ്റീസിനെ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ബ്രിഡ്ജായിരുന്നു. സിൻസിനാറ്റി, ക്ലീവ്ലാൻഡ്, ഷിക്കാഗോ, പിന്നെ സെയിൻറ്റ് ലൂയിസ് എന്ന് പറഞ്ഞൊരു സിറ്റി. അപ്പം അതുകൊണ്ടാണ് ഇതിന് ബിഗ് ഫോർ ബ്രിഡ്ജ് എന്ന് പേര് വന്നത്. അങ്ങനെ അന്നത്തെ ദിവസം അങ്ങനെ അവിടെ അവസാനിച്ചു. അങ്ങനെ ഞങ്ങൾ പിറ്റേ ദിവസം ഞങ്ങൾ ആദ്യം പോകുന്നത് മാമത്ത് കേവ് നാഷണൽ പാർക്കിലേക്കാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് നമുക്ക് ഈ യൂണിവേഴ്സിറ്റി ഓഫ് ലൂയിവില്ലയൊക്കെ കാണാൻ പറ്റി. ലൂയിവില്ലയിലാണ് ഈ യൂണിവേഴ്സിറ്റി ഓഫ് ലൂയിവില്ലയുടെ ഹോം എന്ന് പറയുന്നത്. ഞങ്ങൾ നേരെ മാമത്ത് കേവ് നാഷണൽ പാർക്കിലേക്ക് പോവുകയാണ്. ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട് മാമത്ത് കേവ് നാഷണൽ പാർക്കിലേക്ക്, ഒരു 1.5 മണിക്കൂറോളം ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഹാപ്പി ബർത്ത്ഡേ സോങ് ഇല്ലേ, ഹാപ്പി ബർത്ത്ഡേ സോങ്ങിൻ്റെ ഓതേഴ്സ് ഈ ലൂയിവില്ലയിലുള്ള 2 സിസ്റ്റേഴ്സ് ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ മാമത്ത് കേവ് നാഷണൽ പാർക്കിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. അവിടെയുള്ള പാർക്കിംഗ് ലോട്ടിൽ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഉള്ളിൽ കയറി. ഇവിടെ നമ്മൾ നേരത്തെ ബുക്ക് ചെയ്യണം കേട്ടോ, നമ്മുടെ ടൈം സ്ലോട്ടിനനുസരിച്ച് ആണ് നമ്മൾ ഉള്ളിലേക്ക് കയറ്റുക. അപ്പം അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ, ഈ ഒരു സമയമായിരുന്നെങ്കിലും നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ കേവുകളിൽ നമുക്ക് വിൻ്ററിൽ പോകാനായിട്ടൊരു ബുദ്ധിമുട്ടുമില്ല. കാരണം കേവിൽ എപ്പോഴും ഒരു 54 ഡിഗ്രി ഫാരൻഹീറ്റ് ആയിരിക്കും ടെമ്പറേച്ചർ ഉള്ളത്. അത് ഏത് സീസണിലാണെങ്കിലും ആ ഒരു ടെമ്പറേച്ചർ കേവിനുള്ളിൽ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തിരിക്കും. പിന്നെ ഈ ഒരു വിസിറ്റർ സെൻറ്ററിൻ്റെ ഉള്ളിൽ തന്നെ ഇവരൊരു ചെറിയ മ്യൂസിയം പോലെയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. കേവിൻ്റെ പറ്റിയുള്ള ഡീറ്റെയിൽസും അതിനുള്ളിലെ ജീവികളെ പറ്റിയുള്ള ഡീറ്റെയിൽസും ഒക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ ടൂറിൻ്റെ സമയം ഏതാണ്ട് എടുക്കാറായിരുന്നു. ഞങ്ങൾ 10:45 ഒരു സമയമാണ് എടുത്തിരുന്നത്. ഞങ്ങൾ ഡോംസ് ആൻഡ് ഡ്രിപ്പ് സ്റ്റോൺ എന്ന് പറഞ്ഞ ടൂറാണ് എടുത്തത്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങളെടുത്ത് ഷെൽട്ടർ ബിയിൽ നിൽക്കാനായിട്ട് പറഞ്ഞു. അപ്പോൾ ഷെൽട്ടർ ബിയിലുള്ളവരെ എല്ലാവരെയും ഒരുമിച്ചാണ് കൊണ്ടുപോകുന്നത്. അതായത് ഈ ഒരു ടൂറിനുള്ളവരെല്ലാം അവരെ ഒരു ഷട്ടിൽ ബസ് ഉണ്ട് അവർക്ക്. ആ ഷട്ടിൽ ബസ് കൊണ്ടുവന്നിട്ട് നമ്മളെ എല്ലാവരെയും ഈ ഒരു കേവിൻ്റെ എൻട്രൻസിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത്. അവിടെ നിന്ന് കുറച്ച് ദൂരം ഉണ്ടായിരുന്നു കേട്ടോ ആ ഒരു എൻട്രൻസിലേക്ക്. അങ്ങനെ നമ്മുടെ ഷട്ടിൽ ബസ്സുകൾ വരുന്നുണ്ട്. അത്യാവശ്യം ആളുകളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ 3 ഷട്ടിൽ ബസ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ 3 ബസ്സിനുള്ള ആളൊന്നും ഉണ്ടായിരുന്നില്ല. ഇനി ഞങ്ങൾ നേരെ മാമത്ത് കേവിൻ്റെ ആ ഒരു എൻട്രൻസിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ മുമ്പ് കണ്ട ആ ഒരു ചെറിയ ഡോറ് വഴിയാണ് നമ്മൾ ഉള്ളിലേക്ക് കയറുന്നത്. അപ്പോൾ നമ്മുടെ കൂടെ മുൻപിലും ഒരു ഗൈഡുണ്ട്, പുറകിലും ഒരു ഗൈഡ് ഉണ്ടാവും. അതിനിടയിൽ ആളുകൾ ഇങ്ങനെ വരിവരിയായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. കാരണം പോകുന്ന വഴികളെല്ലാം വളരെ ഇടുങ്ങിയ വഴികളായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോരുത്തരായിട്ട് ഇങ്ങനെ പതുക്കെ പതുക്കെ പോകാനായിട്ട് പറ്റത്തുള്ളായിരുന്നു. പിന്നെ ഈ ഒരു ടൂർ എന്ന് പറയുന്നത് 2 മണിക്കൂറുള്ളൊരു ടൂറാണ്. ഏതാണ്ട് 1.2 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ ടൂറുള്ളത്. ഈ ടൂറിൻ്റെ ഉള്ളിൽ നമുക്ക് 640 സ്റ്റേയേഴ്സ് ഉണ്ട്.
ഇനി മാമത്ത് കേവിനെ പറ്റി പറയുകയാണെങ്കിൽ മാമത്ത് കേവാണ് വേൾഡിലെ തന്നെ ലോങ്ങസ്റ്റ് കേവ് സിസ്റ്റം ഉള്ളൊരു കേവ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു മാമത്ത് കേവ് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു കേവാണ്. പിന്നെ മാമത്ത് കേവ് US-ൻ്റെ നാഷണൽ പാർക്കാണ്. പിന്നെ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് കൂടിയാണ് ഈ ഒരു മാമത്ത് കേവ് നാഷണൽ പാർക്ക്. From the natural cave that you're sitting, absolutely, these smaller rocks they push to the side to facilitate us having a trail through here. ഈ ഒരു കേവ് സിസ്റ്റത്തിൽ ഏതാണ്ട് 400 മൈൽസോളം പാസേജ് വേസ് ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. സ്റ്റിൽ കണ്ടുപിടിക്കാത്തതായിട്ടുള്ള പാസേജ് വേസും ഉണ്ടെന്ന് പറയുന്നു. നമ്മളീ പോകുന്ന വഴിക്ക് നമുക്ക് കുറേ കേവ് എക്സ്പ്ലോറേഴ്സിനെയൊക്കെ കാണാൻ പറ്റി. അപ്പോൾ അവർ ഈ കേവ് മെഷർ ചെയ്യുന്നതൊക്കെ കണ്ടു. ലൈക്ക് ഓരോ അതിൻ്റെ ഡിസ്റ്റൻസും കാര്യങ്ങളൊക്കെ മെഷർ ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടിരുന്നു. ഇവിടെ ഇപ്പോൾ പതിയെ ആൾക്കാർ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ താഴെ അവിടെ ഒരു ഫോർമേഷനുണ്ട്. ഫ്രോസൺ നയാഗ്ര എന്നാണ് ആ ഫോർമേഷനെ പറയുന്നത്. അപ്പോൾ ആ ഒരു ഫോർമേഷൻ കാണാനായിട്ട് പതിയെ ആളുകൾ പോകുന്നതാണ് അവിടെ ഒരു തിരക്കായിട്ട് തോന്നിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി താഴത്തേക്ക് ഇറങ്ങിയിട്ട് ആ ഫോർമേഷൻ കാണാം. Stop it. Telling you to look up.
നമ്മൾ അങ്ങനെ എക്സിറ്റിൻ്റെ അടുത്തേക്ക് എത്താറായിട്ടുണ്ട്. അപ്പോൾ പോകുന്ന വഴിക്കല്ല നമുക്ക് ഇങ്ങനത്തെ ഫോർമേഷൻസ് ഒക്കെ കാണാമായിരുന്നു. നമ്മുടെ ഈ ഒരു കേവ് ഫോർമേഷൻസ് ഓരോ വർഷം ഇത്ര 100 വർഷം എടുത്തിട്ടൊക്കെയാണ് ഇത് വളരുന്നത്. അപ്പോൾ ഇത് ഗ്രോ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ തൊടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ അവിടെ ഗ്രില്ലൊക്കെ കൊടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ കയ്യിലെ ഓയിലൊക്കെ കാരണം നമ്മളെങ്ങാനും തൊട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഗ്രോത്ത് അവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ അത് വളരത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് അവരവിടെ ഗ്രില്ലൊക്കെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഈ ഫോർമേഷൻസ് ഒക്കെ കാണാനായിട്ട്. അപ്പോൾ ആരെങ്കിലും ഈ കേവിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ കഴിവതും കേവിലൊന്നും തൊടാണ്ടിരിക്കാൻ ശ്രമിക്കുക. ഇതുപോലത്തെ ഫോർമേഷൻസ് ഒക്കെ കാണുവാണെങ്കിലും ഒക്കെ. അങ്ങനെ നമ്മൾ എക്സിറ്റിൽ വന്നിരിക്കുകയാണ്. ഇനി അവിടെ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരുന്നു നമ്മുടെ ബസ് വരാനായിട്ട്. പിന്നെ നമ്മൾ ബസ്സിൽ കയറിയിട്ട് നമ്മുടെ പാർക്കിംഗ് ലോട്ടിൻ്റെ അവിടെ തിരിച്ചു വന്നു. എന്നിട്ട് നമ്മൾ വണ്ടി എടുത്തിട്ട് നമ്മൾ നേരെ തിരിച്ച് വേറെ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. അങ്ങനെ മാമത്ത് കേവിൽ നിന്നും ഞങ്ങൾ വന്നിരിക്കുന്നത് ലോസ്റ്റ് റിവർ കേവിലേക്കാണ്. ലോസ്റ്റ് റിവർ കേവ് എന്ന് പറയുന്നത് കെൻഡക്കിയിലെ ഒരേ ഒരു അണ്ടർഗ്രൗണ്ട് ബോട്ട് ടൂറാണ്. ഈ ഒരു സീസൺ ആയിരുന്നെങ്കിൽ തന്നെയും അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു ഈ ഒരു ബോട്ട് ടൂറിനും. ഞാനീ പറഞ്ഞതുപോലെ ഇതിനുള്ളിലും ഒരുപാട് തണുപ്പൊന്നും നമുക്ക് ഫീൽ ചെയ്യത്തില്ല. കാരണം കേവ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകളുണ്ടായിരുന്നു ഈ ഒരു ടൂറിനും. ഞങ്ങളിനി ആ ഒരു ബോട്ട് ടൂറിൻ്റെ എൻട്രൻസിലേക്കാണ് പോകുന്നത്. നമ്മൾ ഈ ഒരു ബ്രിഡ്ജിൻ്റെ അവിടെ വെയിറ്റ് ചെയ്യും. അപ്പോൾ നമ്മുടെ ഗൈഡ് വന്നിട്ട് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകും. 72 ഏക്കറിലുള്ളൊരു പാർക്കാണിത്. ഈ ഒരു ബോട്ട് ടൂർ അല്ലാണ്ട് ഇവിടെ നേച്ചർ ട്രെയിലും അതുപോലെ തന്നെ സിപ്പ് ലൈന് പിന്നെ ജെം സ്റ്റോൺ മൈനിങ് അതൊക്കെയുണ്ട്. പക്ഷേ അതൊക്കെ എനിക്ക് തോന്നുന്നു സമ്മറിലെ ആക്റ്റീവായിട്ടുള്ളൂ. ഇപ്പോഴൊന്നും സിപ്പ് ലൈനൊന്നും അവിടെ കണ്ടില്ല. സമ്മറിൽ കുറേ കൂടി ആക്റ്റീവായിരിക്കും ഇവിടെ. പിന്നെ ഈ ട്രെയിലെന്ന് പറയുന്നത് 2 മൈൽസോളം ഉള്ള ട്രെയിലൊക്കെ ഉണ്ട്. പിന്നെ പിക്നിക് ഏരിയാസൊക്കെ ഉണ്ട് ഇവിടെ. Down 2 cushions towards me. It is called the wishing rock because if you don't duck down, you're gonna wish that you did. I hope no one's claustrophobic. The best way to get under here is just by ducking down like you're tying your shoes. Everyone get on your pace on the back to hear me. My name is Sophie, so ask me questions if you want to. I'll be telling you about some things throughout. Over here, we have our flowstone. It is called flowstone because there's water flowing over a stone. Very creative name. As the water flows over, it leaves a little bit of minerals behind and it slowly builds up. Yeah. Maybe a hot dog and a bun laying sideways. Well, whatever you think it is, it's all natural. Just those limestone rock layers there. So this limestone, it was formed in the bottom of an ancient seafloor with all of the sediment, organic matter building up at the bottom and compacting. So that's why our cave mountains in the Philippines. Just the way limestone was made. Yes. Okay. Oh wow. Yeah. So that is a piece of flip from maple. It was really high. Well, I gave some of these stalactites a little bit of a drink. Oh yeah. We got the largest stalactite in the cave over here. Y'all don't sound too impressed. This really is our largest stalactite though. And if you've been to other Tibet, the only type of native or natural fish that is in
it was drilled when they made the dam. They mixed the cement on the surface and they pumped it through this hole. And today it goes all the way up to the bank parking lot. Now we call it our direct deposit. So it is capped. I'm not sure the exact point that it is, but I believe it's capped on the parking lot. ഈ ഒരു ടൂർ ഏതാണ്ട് ഒരു അരമണിക്കൂറേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. നമ്മൾ ഈ കാണുന്നൊരു ഏരിയ എന്ന് പറയുന്നത് പണ്ട് ഇവിടെ നൈറ്റ് ക്ലബ്ബായിട്ടൊക്കെ യൂസ് ചെയ്തിരുന്നു പണ്ടുള്ള കാലത്ത്. ഈ പറയുന്ന പോലെ കേവിലെ ടെമ്പറേച്ചർ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ട് എല്ലാ കാലാവസ്ഥയിലും ഒരുപോലെ കൊണ്ടുപോകാൻ പറ്റുമായിരുന്നു. അതുകൊണ്ടാണ് അവർ ഇവിടെ നൈറ്റ് ക്ലബ്ബ് നടത്തിയത്. അപ്പോൾ അതിൻ്റെ ഒരു ബാർ കൗണ്ടർ ഏരിയയൊക്കെയാണിത്. പിന്നെ ഇപ്പോൾ അവർ ഈ ഒരു ഏരിയ ഇത് ഫങ്ഷനൊക്കെ വേണ്ടിയിട്ട് അവർ റെൻ്റലിനായിട്ട് കൊടുക്കുന്നുണ്ട്. ലോസ്റ്റ് റിവർ കേവിൽ ആയിരുന്നു ഞങ്ങൾ ലാസ്റ്റ് വന്നത്. ഇനി അങ്ങോട്ട് പോകുന്നില്ല, ഞാൻ നേരെ ഹോട്ടലിലേക്ക് പോവാണ്. ഇനി നമുക്ക് നാളെ കാണാം. അപ്പോൾ ഞങ്ങളുടെ ട്രിപ്പിൻ്റെ അവസാനത്തെ ദിവസമാണ്. ഇന്നിപ്പോൾ ഞങ്ങൾ പ്രത്യേകിച്ച് ഒരു ഏരിയ കാണാനൊന്നും നിൽക്കുന്നില്ല. ഇനി നേരെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് ഇത്. ലൂയിവില്ലിലെ സിറ്റിയാണിത്. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ അവിടുത്തെ ഓരോരോ ബിൽഡിങ്സൊക്കെ കാണാനായിട്ട്. അപ്പോൾ ഞങ്ങളുടെ കെൻഡക്കി ട്രിപ്പിൻ്റെ ഈ ഒരു സീരീസ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും വീഡിയോസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.